ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് രാവിലത്തെ ആ ഒരു തിരക്കുണ്ടാവില്ല, നമ്മൾ സ്കൂളിലെ കുട്ടികളൊക്കെ വിടുന്ന ഒരു സമയം, ആ സമയത്ത് കറി ഉണ്ടാക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാ. വെറും ബ്രെഡും മുട്ടയും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്രെഡും 2 മുട്ട എടുക്കുക കേട്ടോ. ഒരു 5-6 പീസ് ബ്രെഡ് എടുക്കുക, 2 മുട്ട എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെഡിനെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണ ഓയിൽ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കിയെടുക്കുക എന്ന് പറയുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും മാറും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ റസ്കൽ ഉണ്ടാവുമല്ലോ, അതുപോലൊരു സൗണ്ടായിരിക്കും ഇതിന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് നമ്മളെ ബ്രെഡിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലോയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് കഴിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ നമ്മളെ ബ്രെഡ് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ പാത്രത്തിൽ നമ്മൾ ആ കറുത്ത പൊടികളൊക്കെ ഉണ്ടാവും, ബ്രെഡ് വഴറ്റിയെടുത്ത് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് അതിനകത്ത് മുട്ട കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം, നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇഷ്ടമില്ല കുട്ടിക്ക് കൊടുക്കുന്നതാണെങ്കിൽ അതിടാണ്ട് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഏതാവാണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂട്ടി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസോ അല്ലെങ്കിൽ കുറച്ച് ചില്ലി സോസോ ഒക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രെഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ല സ്ലോലി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബ്രെഡ് നന്നായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് രണ്ടും പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കായി വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്ന ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ചെറിയ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലത്തെ ജോലിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.